ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച. മത്തായി 17 അധ്യായം 22 മുതൽ 27 വരെ വാക്യങ്ങൾ. കടക്കാർക്ക് പണമടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഒരു ഷോപ്പ് ഉടമ ഒരു കത്തെഴുതി. ഒരു ചെക്ക് അയക്കാനുള്ള നിങ്ങളുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഫെഡറൽ നിയമങ്ങൾ, സംസ്ഥാന നിയമങ്ങൾ, രാജ്യ നിയമങ്ങൾ, നഗര നിയമങ്ങൾ, കോർപ്പറേഷൻ നിയമങ്ങൾ, പഞ്ചായത്ത് നിയമങ്ങൾ, കൂടാതെ എൻ്റെ മദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഔട്ട് ലോസ്, അങ്ങനെ പല കാരണങ്ങൾ കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നിലവിലെ അവസ്ഥ മിക്കവാറും പണം അയക്കാൻ അസാധ്യമാക്കുന്നുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസിനോട് ചുങ്കം പിരിക്കുന്നവർ അവൻ്റെ യജമാനായ യേശു ദേവാലയ നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അതെ. വ്യക്തമായിട്ടും ചുങ്കക്കാർ യേശുവിനെ അപകീർത്തിപ്പെടുത്താനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നീട് പത്രോസ് യേശു ഇരിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ പത്രോസിനോട് യേശു ചോദിച്ചു, ശിമയോനെ, നിന്റെ അഭിപ്രായം എന്താണ്? ഭൂമിയിലെ റോയൽറ്റി ആരിൽ നിന്നാണ് ആവശ്യപ്പെടുന്നത്? പ്രജകളിൽ നിന്നോ അതോ വിദേശികളിൽ നിന്നോ? പത്രോസ് മറുപടി പറഞ്ഞു, വിദേശികളിൽ നിന്ന്. തുടർന്ന് യേശു ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, അതിനാൽ പ്രജകളെ ഒഴിവാക്കിയിരിക്കുന്നു. എന്നിരുന്നാലും അവരെ വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ പോയി കടലിൽ ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യത്തെ പിടിക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ അവിടെ ഒരു നാണയം കാണും. ക്ഷേത്ര നികുതിയുടെ ഇരട്ടി വില വരുന്ന നാണയം. എനിക്കും നിനക്കും വേണ്ടിയുള്ള കരം അടയ്ക്കാൻ ആ നാണയം ദേവാലയത്തിൽ കൊടുക്കുക. ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശു നമ്മോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളൊക്കെ മീൻ പിടിക്കാൻ പോയി മീനിൻ്റെ വായിൽ ഒരു നാണയം കിട്ടുമോ എന്ന് നോക്കാനാണോ? അല്ല. നമ്മുടെ കടമകൾ നിറവേറ്റാൻ നാം അല്ലെങ്കിൽ യേശു ആഗ്രഹിക്കുന്നുവെന്ന് ആണ് അതിനർത്ഥം. നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസ്തരാകുന്നില്ല. അത് അതിൻ്റേതായിട്ടുള്ള അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ പറയുന്നത് പോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയായി തീരും. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്ത നമ്മുടെ രാജാവാണ് യേശു. അനേകരുടെ വീണ്ടെടുപ്പിനായി അവൻ തൻ്റെ ജീവൻ അർപ്പിച്ചു. നാം അവൻ്റെ പ്രജകളാണ്. എന്നാൽ നമ്മുടെ രാജാവിന് ദശാംശത്തിൻ്റെ രൂപത്തിൽ നാം നികുതി കൊടുക്കുന്നുണ്ടോ? ഭൂമിയിലെ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും നികുതി അടയ്ക്കാൻ നമ്മൾ വഴി കണ്ടെത്തുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ സഭയ്ക്കോ അല്ലെങ്കിൽ ഇടവകയ്ക്കോ ദശാംശം നൽകുന്നത് ഒഴിവാക്കാനുള്ള വഴികളാണ് നമ്മൾ ആരായുന്നത്. നമ്മുടെ നികുതികൾ ഉപയോഗിച്ച് ഗവൺമെൻറ് നമ്മുടെ നേട്ടത്തിനായി പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ ആനുകൂല്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ആ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? ദൈവം
നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഉദാരനാണ്. അവിടത്തേക്ക് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് ഓർക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.